ഹായ് എവരിവൺ, നമ്മുടെ MMV ടോക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരുപാട് കേട്ടുവരുന്ന നാമമാണ് ഓൺട്രപ്രണർഷിപ്പ്. ബിസിനസ് ഒരു ഫാഷൻ രീതിയിലേക്ക് മാറിയിരിക്കുന്നു ആളുകളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്. ശരിക്കൊരു പുതിയതായി കടന്നു വരുന്ന സംരംഭകൻ. ഇപ്പോൾ നമ്മളും ബിസിനസ് ചെയ്യുന്നവരാണ്. നമ്മൾ ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ബിസിനസ് എന്താണ്, ശരിക്കും ഇതൊരു സ്കില്ലാണ്, പഠിച്ചെടുക്കാവുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത്രയും സമയം നമ്മൾ അല്ലെങ്കിൽ എഫേർട്ടോ പണമോ ഒരുപാട് മിസ്റ്റേക്സിൻ്റെ ആവശ്യം ഇതിനില്ലായിരുന്നു. ഒരു പുതിയൊരു സംരംഭകൻ ഇപ്പോൾ ഇറങ്ങുന്ന ഫേസ് ചെയ്യുന്ന ചലഞ്ചുകൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സുകാരൻ നമ്മളുടെ അടുത്ത് ഇതുപോലെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കണം അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. എനിക്ക് ഒരുപാട് പ്രാവശ്യം എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ബിസിനസ്, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഈ ചോദ്യത്തിനൊരു ഉത്തരം ശരിക്കും ആൾക്കും ഉണ്ടായിരിക്കണം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, പ്രൊഡക്റ്റ് ആൾക്കാർക്ക് കൊടുക്കണം, ഇതൊന്നും ഇല്ലാതൊരു ബിസിനസ് ആവില്ലല്ലോ. അതെ, പക്ഷെ ആളുകളിൽ വളരെ കൃത്യമായി ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ല പലപ്പോഴും. എന്താ കാരണം എന്നറിയോ? ഇവർ പല സാഹചര്യങ്ങളിലൂടെ ബിസിനസ്സുകാരായ ആളുകളാണ്. ഇപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കാം. രണ്ട്, നമുക്ക് നന്നായി പഠിച്ച കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പുതുതായി ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയാം, ഒന്ന്, ബിസിനസ് എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. രണ്ട്, എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം. മൂന്നാമതായി, നിങ്ങൾ വിൽക്കാൻ പോകുന്ന സാധനം ആർക്ക് വേണ്ടിയാണെന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏത് കമ്മ്യൂണിറ്റിക്കാണ് ഉപകാരപ്പെടുക, അവരെക്കുറിച്ച് അറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് റോങ് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ സെല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ സാധാരണക്കാരായ കച്ചവടക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പലചരക്കട തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് ഒരു പ്രായോഗികമായ ചിന്തയല്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്തുള്ള പൈസയും കാര്യങ്ങളൊക്കെ പട വെച്ചിട്ട് അതിനനുസരിച്ചുള്ള സാധനം കൊടുന്ന് വെക്കുന്നു, അതിനനുസരിച്ചുള്ളൊരു കച്ചവടം നടത്തുന്നു എന്നല്ലാതെ അല്ല, ഇതിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണത, ഇപ്പോൾ നമ്മൾ കുറച്ചു കാലം എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു, ഇപ്പോൾ യുവാക്കളല്ലെങ്കിലും കുറച്ചു കാലം ജോലി ചെയ്യുന്നു, പൈസ സ്വരൂപിക്കുന്നു, പിന്നെ ഒന്ന് സെറ്റിൽ ആവണം എന്ന് കരുതി നാട്ടിൽ വന്നതിന് ശേഷം, ഇപ്പോൾ NRIs ആണെങ്കിലും നാട്ടിൽ വന്നതിന് ശേഷം അവർ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അത് എന്താവും എന്നുള്ളത് അവരതിനെപ്പറ്റി നിശ്ചയം ഒന്നുമില്ല. അവസാനം കയ്യിലുള്ള ഫണ്ട് തീരുക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുക, ശമ്പളം കൊടുക്കാൻ പറ്റാതെ ആവുക, മാർക്കറ്റിൽ മെറ്റീരിയൽ വിലകൾ കൂടുക, ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പല ഇൻസിഡൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരം കണ്ടെത്തുക. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പാണ് ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കേണ്ടത്. നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് എത്ര സാധ്യതയുണ്ട്, മാത്രമല്ല ഈ ബിസിനസ് നടത്തി കൊണ്ടുപോകാനുള്ള എന്ത് കഴിവ് എനിക്കുണ്ട്, ഈ ബിസിനസ്സുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എത്ര പണം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൃത്യമായ ഒരു ഓർഗനൈസേഷൻ പ്ലാൻ വേണം, അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം, അതുപോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ചൊരു ധാരണ വേണം. ഇതൊക്കെ പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് വളർച്ച ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ ഭാവിയെ നമുക്ക്, അതായത് വളർച്ച ഉണ്ടാവുകയില്ല, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഉയരാൻ കഴിയില്ല. ശരിക്കും ഒരു ബിസിനസ് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുമ്പോൾ മാത്രം. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നത് പോലെയല്ല സത്യത്തിൽ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ സംരക്ഷിച്ച് വളർത്തിയെടുത്ത് പരിപാലിച്ച് വിജയിപ്പിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിനെ വളർത്തേണ്ടത്, എങ്ങനെ ചെയ്താലാണ് അതിന് വളർച്ച ഉണ്ടാവുക, എങ്ങനെയാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാവണം. അതിൽ മറ്റൊരു വശം ഞാൻ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി പഠനത്തിൻ്റെ ഇടയിൽ ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരു അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 5 വർഷം ഒക്കെയാണ് അവർ പറയുന്ന ഒരു ടാർഗറ്റ്. പക്ഷേ ജപ്പനീസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷോർട്ട് ടേം എന്ന് പറയുന്നത് 20 വർഷമാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ 4 ഇരട്ടിയാണ്. അപ്പോൾ പലരും ബിസിനസ്സിനെ കാണുന്നത് ഇപ്പോൾ എൻ്റെ ആയുസ് കഴിഞ്ഞാലും
ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷനായി മാറണം. നല്ലൊരു ഓർഗനൈസേഷനായി മാറണം, ഉയരണമെങ്കിൽ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക. വലിയ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, ആരുമായിട്ടാണ് നിങ്ങൾ, ക്ലയൻറ്റ് ആരാണ്, അതുപോലെ തന്നെ എന്ത് ബിസിനസ് സിസ്റ്റമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, അതുപോലെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ബിസിനസ് നിലയിലേക്ക് വളരാൻ കഴിയുള്ളൂ. അല്ലാതെ എന്താ സംഭവിച്ചാൽ നമുക്കൊരു കച്ചവടമായിട്ട് നടത്താം, നമുക്കൊരു ശമ്പളം എടുക്കുന്ന രൂപത്തിൽ നടത്താം. ഒരു പണിയില്ല, ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ എന്തുകൊണ്ട് ഒരു പണിയാണ് വെച്ചെങ്കിൽ അതിനൊരു ജോലിയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അതല്ല, നിങ്ങൾ ഒരു വലിയ ബിസിനസ്സുകാരാണെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു ഓൺട്രപ്രണറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അപ്പോൾ മാത്രമല്ല നിങ്ങളൊരു വലിയ ബിസിനസ്സാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ഗുരു ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു നിന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിലാണ് ശരിക്കും വളർച്ച ഉണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, മാർക്കറ്റിന്റെ പ്രശ്നമാണ്, അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ് കാണേണ്ടത്. ഒരു ചെറിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്ക് ഈ ഒരു കോച്ചിനെയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ പ്രായോഗികമായി അതാ പറഞ്ഞ, ചെറിയ ബിസിനസ് നടത്തുന്ന ആള് വലിയ ബിസിനസ് നടത്തുന്ന ആള് എന്നതിനേക്കാൾ ഉപരി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനം. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഫിറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ വളർച്ചയാണ് ശരിക്കും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ച. വേറെ ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത് നോക്കുക, നിങ്ങളുടെ ബിസിനസ് ഈ ലെവലിന്റെ മുകളിൽ പോവില്ല, ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടി നിൽക്കുക ചെയ്യുക, മനസ്സിലാവുണ്ടോ? അതേസമയം നിങ്ങൾ ഇത്ര ഉയരത്തിലാണെങ്കിലോ ഈ ബിസിനസ്സിന് ഇത്രയും ഉയരാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും, ഇത്ര ഉയരത്തിലാണെങ്കിലോ ഈ ബിസിനസ്സിന് അത്രയും ഉയരാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുക, മെത്തേഡുകളെ കുറിച്ച് പഠിക്കുക, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇന്നോവേഷനെ കുറിച്ച് പഠിക്കുക, മാർക്കറ്റിംഗ് പ്ലാനുകൾ ഉണ്ടാക്കുക, സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കുകളെ കുറിച്ച് പഠിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക്. കാരണം പക്ഷേ പല ബിസിനസ്സുകളും കടം കൊടുത്തത് കൊണ്ടും കടം ഒരു ചലഞ്ചായി വന്നതുകൊണ്ടും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അതപ്പോൾ അതെന്തുകൊണ്ടാണ്? ശരിക്കും കടം എന്ന് പറയുന്നത്, കടം കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ക്ലിയർ ആയിട്ട് തിരിച്ചറിയണം. ഒരു ബിസിനസ്സിൽ പ്രത്യേകിച്ചും നമ്മുടെ പ്രവർത്തനത്തിനുള്ളൊരു പൈസയല്ല ശരിക്കും കടമായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ക്ലാസ്സിൽ സാധാരണ പറയാറുള്ളത്, നിങ്ങളുടെ വരുമാനത്തിന് ഒരു വിഹിതം കടം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചോളൂ. ആ പൈസ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടുക്കരുത്. അതല്ലാതെ നമ്മൾ നാളെ മാർക്കറ്റിൽ നിന്ന് നാളെ വരുന്ന ഒരു ലോഡ് സാധനങ്ങൾക്കുള്ള പൈസ നമ്മൾ മാറ്റി വെച്ചതെടുത്തിട്ട് വേറൊരാളെ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം നടക്കും, പക്ഷേ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബിസിനസ് തകരും. ബിസിനസ്സിൽ അങ്ങനെ അത്തരം ചാരിറ്റികൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ പ്രോഫിറ്റ് കൊണ്ട് നിങ്ങൾ ചാരിറ്റി ചെയ്യുക. കടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും, കടം കൊടുക്കുക എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളെ തകരാനൊക്കെ കാരണമാകുന്ന കാര്യമാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായി അവരെ വേറെ ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. ഇനി നിങ്ങൾ കടമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഒരു സഹായമായിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ ബിസിനസ്സുകളെ പല രീതിയിലും സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പല ബിസിനസ്സുകൾ ഔട്ടായി പോകുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ അപ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സ്വാഭാവികമാണ്. ലോകം വളർച്ചയിലാണുള്ളത്, ഉയർച്ചയിലാണുള്ളത്. ഇനിയും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ChatGPT കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യുക. നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തണം, പുതിയ ടെക്നോളജിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഈ പുതിയ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. കാരണം ഒരുപാട് റോബോട്ടിക് ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫ് ചെയ്യുന്ന പണികളൊക്കെ ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിനേക്കാൾ ഉപരി കമ്പനിയുടെ പ്രസ്റ്റീജിയസിന് അതുപോലെ തന്നെ ഫ്യൂച്ചർ കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇന്നൊവേറ്റീവായിട്ട് ചെയ്യുക, കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് വലിയ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ
ബിസിനസ്സിനെ പ്ലാൻ ചെയ്യുക. കാരണം സാറ് പറഞ്ഞതായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറച്ച് നാൾക്ക് മുന്നേ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ പാഷൻ ബൈ പ്രൊഫഷൻ ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബിസിനസ്സാണ്, ഇത് എന്താ ബിസിനസ് എന്നൊന്നും അറിയില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതല്ല, നമ്മളൊരു കമ്പ്യൂട്ടറും ഒരു ടേബിളും വെച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെയും ഇന്ത്യയിൽ UAE-ലൊക്കെ ആയിട്ട് ഓഫീസുണ്ട്. അപ്പോൾ ഇതിലൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണില്ല. നമുക്ക് പൈസ കിട്ടുന്നു, അത് വെച്ച് കാര്യങ്ങൾ നടന്നു പോകുന്നു, ശമ്പളം കൊടുക്കാനുണ്ട്. പിന്നെ ഡിമാൻഡ് കൂടി വരുന്തോറും നമ്മൾ ആളെ കൂട്ടുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകം എക്സ്പെൻസ് അത് ഈ പറഞ്ഞ പോലെ ചാരിറ്റിക്ക് എത്ര കൊടുക്കണം, ഓരോന്നിന് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ടാർഗറ്റ്, ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഞാൻ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ബിസിനസ് അല്ല, ഒരു ചാരിറ്റി ആയിരുന്നു എന്നുള്ളത്. കാരണം നമുക്കിപ്പോൾ കിട്ടുന്നത് 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപയാണ് നമുക്കിപ്പോൾ ഒരു ഫീ ആയിട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് ഒരു 2-3 വർഷം ഡിലേ ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് അതുവരെയുള്ള പേയ്മെന്റ് 1,00,000 രൂപ മേടിച്ചിട്ട് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് 3,00,000 രൂപയുടെ വർക്കാണ്. കാരണം ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഈസ് എ ഗുഡ് തിങ്. കാരണം ആ ശമ്പളം കിട്ടിയാൽ ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുക, അവരുടെ കുടുംബം ജീവിച്ചു പോവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് ചെയ്യുക, പ്ലാൻ ഉണ്ടായിരിക്കുക, ആ പ്ലാനിനെ വളരെ ക്രിയാത്മകമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക, ആ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുക, ബിസിനസ്സിനെ വളരെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറച്ചു നിൽക്കുക, ഒരു ബിസിനസ് വിജയിക്കുന്നത് വരെ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക, എന്നിട്ട് നിങ്ങൾ അടുത്ത ബിസിനസ്സിലേക്ക് പോകുക, അത് തെളിയിക്കണം, പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സാർ ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മളിൽ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പല കഴിവുകളുണ്ടാവാം. അത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാവാം. നമ്മുടെ കൂടെ നമ്മളിൽ ഇല്ലാത്ത കഴിവുള്ളവരെ കൂടെ നിർത്താനും അതൊരു പക്ഷേ സഹായകരമായി എന്നും ഇരിക്കാം. അപ്പോൾ കൂടുതലും പഠിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ബാക്കി എന്തായാലും എക്സ്പീരിയൻസ് ബേസ്ഡ് തന്നെയാണ്. പക്ഷേ ഇനീഷ്യൽ ബേസിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കച്ചവടം ശരിക്കും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ബിസിനസ്സിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിൻ്റെ സിസ്റ്റം എത്രമാത്രം സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് വരിക. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ബിസിനസ്സുകാരാന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അവർ സ്വയം തൊഴിൽ പോലെ ബിസിനസ് കൊണ്ടുപോകുന്നതിനെ ബിസിനസ് എന്ന് പറയില്ല. അവിടെയാണ് ഇത് രണ്ടും മിക്സായി കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ഓൺടർപ്രണർഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനെങ്ങനെയാണ് നമ്മൾ ലൈഫിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അതിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ ഉയർച്ചയിലേക്ക് എത്താൻ കഴിയും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെയധികം പുതിയ വരും തലമുറയ്ക്കും ഇപ്പോൾ ഉള്ളവർക്കും മാറി ചിന്തിക്കാനും, ഇപ്പം എന്തെങ്കിലും നിലവിൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ചലഞ്ചുകളോ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള ചർച്ചകളും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഡിസ്കഷനുകൾ നമുക്ക് കൂടുതലായി ചെയ്യാൻ അതൊരു പ്രചോദനമായി മാറും. എന്തായാലും നമ്മുടെ MME ടോക്കിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.